നമ്മളെല്ലാവരും ഫാമിലി സർവേ ചെയ്യുന്ന തിരക്കിലായിരിക്കും. ഫാമിലി സർവേ നടത്തി ആയത് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണ രൂപം നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മുഴുവനായിട്ടും ആ സെഷൻ കണ്ടതിന് ശേഷം തെറ്റുകൂടാതെ നിങ്ങൾ ഈ ഫാമിലി സർവേ പോഷൻ ട്രാക്കർ വഴി പൂർത്തിയാക്കുക. എന്നാൽ ഇത്തരത്തിൽ പോഷൻ ട്രാക്കറിനകത്ത് ഫാമിലി സർവേ ആഡ് ചെയ്യുന്ന സമയം ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. അതിൽ നമുക്കറിയാം, നമ്മൾ അംഗൻവാടി പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയുമാണ് നമ്മൾ പോഷൻ ട്രാക്കറിനകത്തേക്ക് രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ 2 ഓപ്ഷനുകളാണ് ഗുണഭോക്താക്കളെയും അല്ലാത്തവരെയും ആഡ് ചെയ്യാൻ പോഷൻ ട്രാക്കറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫാമിലി മെമ്പറെയും അവരുടെ ഹെഡിനെയും ആഡ് ചെയ്യുന്നതിന് പോഷൻ ട്രാക്കറിലുള്ള ആളെ തന്നെ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. അതിന് ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ പോഷൻ ട്രാക്കറിൽ ഇല്ലാത്ത ഗുണഭോക്താവല്ലാത്ത ഒരാളെ, അതായത് പുറത്തു നിന്നുള്ള ഒരാളെ ആഡ് ചെയ്യുന്നതിന് ഈ കാണുന്ന ക്രിയേറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ രേഖപ്പെടുത്തുക. ഇതിനെല്ലാം പുറമെ തന്നെ നമ്മൾ ഫാമിലി മെമ്പറെ ആഡ് ചെയ്യുന്ന സമയം, അതായത് ഒരു ഹെഡിനെ ആഡ് ചെയ്തു, അതിന് കീഴിൽ വരുന്ന എല്ലാ മെമ്പറെയും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ അമ്മയാണ് ഹെഡായി എടുത്തതെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെയും അവരുടെ 2 മക്കളെയും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള മക്കളെയും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതെല്ലാം ആഡ് ചെയ്യുന്ന സമയം ഇത്തരത്തിലൊരു പേജ് വരും. ഇവിടെ നിന്നാണ് നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇതെടുത്തിരിക്കുന്നത് പോഷൻ ട്രാക്കറിൽ നിന്നും നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ പോഷൻ ട്രാക്കറിൽ നിന്നും മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി പോഷൻ ട്രാക്കറിലുള്ള ആളുകളുടെ ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം കാണുന്ന മാച്ചിങ് ആധാർ എന്ന് കാണുന്നുണ്ട്. ഒരു അക്ഷര എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്, 4 വയസ്സുള്ള കുട്ടിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ കാണുന്ന ആഡ് മോർ എന്നുള്ള ഭാഗത്ത് നിന്നാണ് സാധാരണ നമ്മൾ ഫാമിലി മെമ്പറെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഇതെന്താണ് അക്ഷര എന്ന് പറയുന്ന കുട്ടിയെ എടുത്ത് കാണിച്ച് അവിടെ ഏറ്റവും ഫ്രണ്ടിൽ കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. അത് കൃത്യമായി മനസ്സിലാക്കുക. നമുക്കറിയാം, ഒരു ഫാമിലി ഹെഡിനെ ആഡ് ചെയ്തു, ആ ഹെഡിൻ്റെ ആധാർ കാർഡിന് സാമ്യമായിട്ടുള്ള ഒരു കുട്ടി ഈ ചിൽഡ്രൻ എന്ന് കാണുന്ന ഈ പേജിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. 54 കുട്ടികൾ ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ അറിയാം. ചിൽഡ്രൻ 54 എന്ന് കാണാം. അപ്പോൾ നമുക്കറിയേണ്ടത്, ഈ അമ്മയുടെ ആധാർ ഉപയോഗപ്പെടുത്തി ഒരു കുട്ടി നമുക്ക് ഓൾറെഡി ഈ പോഷൻ ട്രാക്കറിലുണ്ട്. അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എളുപ്പത്തിന് അതിൽ ഓപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവിടെ മാച്ചിങ് ആധാർ എന്ന ഹെഡിന് കീഴിൽ ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പലർക്കും ഇത് പ്രകാരം കാണാൻ സാധിക്കുന്നത് അമ്മയുടെ ആധാറുമായി കുട്ടിയുടെ ആധാർ പ്രകാരം വെരിഫൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ ഈ ഭാഗത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ടീച്ചർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കുട്ടിയെ ഫാമിലി മെമ്പറായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത സെഷൻ നോക്കുക. നിങ്ങൾ ഒരു മെമ്പറെ ആഡ് ചെയ്യുന്ന സമയം അത് അംഗൻവാടിയിലെ ഗുണഭോക്താവാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ ഡീറ്റെയിലും കൊടുത്തു വന്ന്, അതായത് നിങ്ങൾക്ക് ആധാർ നമ്പർ, പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം പോഷൻ ട്രാക്കറിനകത്ത് നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് രേഖപ്പെടുത്തേണ്ടതില്ല. എന്നാൽ പോഷൻ ട്രാക്കറിൽ ഇല്ലാത്ത ഒരു മെമ്പറെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം നമ്മൾ ആധാർ പ്രകാരം രേഖപ്പെടുത്തണം. അതിനുശേഷം റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഡോട്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. കറണ്ട് മാരിഷ്യൽ സ്റ്റാറ്റസ് ആണ്, കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് കാണിക്കണമെങ്കിൽ അതേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്ത് ഇനി വരുന്ന ഈ ഓപ്ഷനാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നോക്കുക, വെദർ വില്ലിംഗ് ടു അവൈൽ ഫോളോയിങ് ICDS സർവീസസ് എന്നുള്ളത് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഈ ഗുണഭോക്താവ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗുണഭോക്താവാണോ അല്ലാത്ത ആളാണോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ വ്യക്തി ICDSൻ്റെ സേവനം ഏതെങ്കിലും സ്വീകരിക്കുന്ന ആളാണോ? പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് സപ്ലിമെൻ്ററി ഫുഡ് എന്നുള്ളത്. അതായത് ഒന്നില്ലെങ്കിൽ THR ആവാം, അല്ലെങ്കിൽ HCM ആവാം. ഈ 2 സപ്ലിമെൻ്ററി ഫുഡ് അല്ലാതെ വേറൊരു ഫുഡായിട്ട് സപ്ലിമെൻ്ററി നമ്മൾ ICDSൽ നിന്ന് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഇത് ലാക്ടേറ്റീവ് മദറോ അല്ലെങ്കിൽ പ്രഗ്നൻ്റോ അല്ലെങ്കിൽ 6 to 3 കുട്ടിയോ അല്ലെങ്കിൽ 3 to 6 കുട്ടിയോ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ അംഗനവാടിയിൽ വരുന്ന അല്ലെങ്കിൽ നമ്മളെ ഗുണഭോക്താക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കളാണെങ്കിൽ ഇവിടെ സപ്ലിമെൻ്ററി ഫുഡ് S എന്നാണ് നമ്മൾ കൊടുക്കുക. അത് നിർബന്ധമായിട്ടും അവിടെ കാണിക്കണം. എന്നാൽ അംഗൻവാടിയിലല്ലാത്ത പരിധിയിലുള്ള മറ്റാളുകളെ നമ്മൾ ഫാമിലി സർവേയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ ICDSൻ്റെ സേവനം, പ്രത്യേകിച്ച് സപ്ലിമെൻ്ററി ഫുഡ് സ്വീകരിക്കാത്തവരാണെങ്കിൽ നോ എന്ന് പ്രത്യേകം കൊടുക്കണം. അത് കർശനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അതേപോലെ തന്നെ നമ്മളുടെ അംഗൻവാടിയിൽ ഗുണഭോക്താക്കളായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിലും അവർ ഇപ്പോൾ സപ്ലിമെൻ്ററി ഫുഡ് സ്വീകരിക്കാത്ത ആളാണ് എങ്കിലും നിങ്ങളിവിടെ നോ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്കറിയാം HCM വേണ്ട, THR വേണ്ട എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് THR വേണ്ട എന്ന് പറയുന്ന ആളുകളായിരിക്കും ഒരുപാട് ഉണ്ടാവുക. അത്തരത്തിൽ വേണ്ട എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ ഇവിടെ സപ്ലിമെൻ്ററി ഫുഡ് നോ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മാച്ചിങ് ആധാർ എന്തിനാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നും സപ്ലിമെൻ്ററി ഫുഡിൻ്റെ കാര്യത്തിൽ ഏത് കാര്യങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഫാമിലി സർവേ പൂർത്തിയാക്കാൻ. താങ്ക് യു.